فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ചു ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാം എന്നത് എല്ലാ നന്മകളുടെയും മതമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുകയും നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിനെ മോശമായ രൂപത്തിൽ സമൂഹത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അതിനെ ഒരു ഭീകരമായതും അകറ്റപ്പെടേണ്ടതുമായ ഒരു മതമായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭരണാധികാരികൾ അധികാരങ്ങൾ ഉപയോഗിച്ചും സമ്പത്തും ആധുനികമായ സംവിധാനങ്ങളുമൊക്കെ ഈ രംഗത്ത് എമ്പാടും ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുസ്ലിം നാമധാരിയായ ഒരാൾ അയാൾ ചെയ്യുന്ന ഏതൊരു തെറ്റായ പ്രവൃത്തിയും ഇസ്ലാമിൻ്റെയും പ്രവാചകന്റെയും വിശുദ്ധ ഖുർആനിന്റെയും ഒക്കെ മേലെ കെട്ടിവെച്ച് അതിനെയൊക്കെ അപകീർത്തിപ്പെടുത്താനുള്ള വളരെ കുൽസിതമായ ആസൂത്രിതമായ ശ്രമങ്ങൾ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ മനോഹാരിതയും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ നന്മയും അത് മുന്നോട്ട് വെക്കുന്ന മാനവികതയും അതിൻ്റെ മനുഷ്യത്വവുമൊക്കെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടതും പഠിപ്പിച്ചു കൊടുക്കേണ്ടതും മനസ്സിലാക്കി കൊടുക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബാധ്യത തന്നെയാണ്. രണ്ട് നിലക്ക് നമുക്ക് ഈ കാര്യങ്ങൾ നിർവഹിക്കാം. ഒന്ന്, വ്യാപകമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാം എന്താണ് എന്തല്ല എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യത്യസ്തമായ പ്രബോധന സംരംഭങ്ങൾ നമുക്കുണ്ട്. എന്നാൽ അതിനേക്കാളേറെ ഗുണം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മൾ ഇസ്ലാമിൻ്റെ നന്മകളെയും അതിൻ്റെ മനോഹാരിതകളെയും ചേർത്തു നിർത്താൻ ശ്രമിക്കുക എന്നത് തന്നെയാണ്. ഒരു പരിധിവരെ ലോകത്ത് ഇസ്ലാമിനെ അങ്ങേയറ്റം ചളിവാരി എറിയാൻ ശ്രമിക്കുമ്പോഴും ആ ഇസ്ലാം ലോകത്ത് തിളങ്ങി നിൽക്കുന്നത് അത് മുന്നോട്ട് വെക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിലെ ഈ നന്മകളും മാനവികതകളും തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഇത്തിരി വിശദമായി തന്നെ മനസ്സിലാക്കി. എന്താണ് പുണ്യം എന്ന് പറഞ്ഞാൽ ആരാധനകളാണ്, വിശ്വാസമാണ്. അതോടൊപ്പം മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങളും അവർ തമ്മിലുള്ള പരസ്പര സഹായങ്ങളും സഹകരണങ്ങളും ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നന്മ, പുണ്യം. ഇതൊക്കെ ചെയ്യുമ്പോഴേ ഒരു വ്യക്തി ഇസ്ലാം പഠിപ്പിച്ചതുപോലെ നാളെ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. മാനവികത എന്ന് പറയുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധമാണ് അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അദ്ദീനു അന്നസീഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതം എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. മതം എന്ന് പറഞ്ഞാൽ തന്നെ ഗുണകാംക്ഷയാണ്. തന്നെ കൊണ്ടാവുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക്
ഗുണമുണ്ടാക്കുവാനും നന്മയുണ്ടാക്കുവാനും വേണ്ടി ശ്രമിക്കുക എന്നതാണ് മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസത്ത. മതത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നിടത്തൊക്കെ, അതിന്റെ നിയമങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്നിടത്തൊക്കെ ഈ നന്മകൾ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ജനങ്ങളുടെ അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അഹബ്ബുന്നാസി ഇലല്ലാഹ്, മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ അൻഫഉഹും ലിന്നാസി, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആളുകളാണ്. മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത മാതൃകാ സമുദായത്തിന്റെ ജീവിതം, പോയ കാലത്ത് ജീവിച്ചു പോയ മഹാന്മാരായ നേതാക്കന്മാരുടെ, പണ്ഡിതന്മാരുടെ, സ്വാലിഹീങ്ങളായ ആളുകളുടെ അവരുടെ ജീവിതമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഒരു നന്മയാണ്. മഴക്കാലം, മഴയൊക്കെ തിമിർത്തു പെയ്യുന്ന ഒരു കാലം വരുമ്പോൾ തീർച്ചയായിട്ടും മഴ എന്നല്ല, പ്രപഞ്ചത്തിലെ ഏതൊരു പ്രതിഭാസവും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് അവർക്ക് ഒരു പരീക്ഷണമാണ്. അത് മഴ കൊണ്ട് ദുരിതങ്ങൾ നേരിടുന്നവർക്ക് മാത്രമല്ല, ആ മഴയുടെ ഒരു പ്രയാസങ്ങളും അനുഭവിക്കാതെ ജീവിക്കുന്നവർക്കും ഈ പ്രപഞ്ചത്തിലെ ഈ പ്രതിഭാസങ്ങളൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ്. ഏത് രൂപത്തിലാണ് ഇതിനോട് പ്രതികരിക്കുന്നത്, അവന്റെ ബാധ്യതകൾ നിർവഹിക്കപ്പെടുന്നുണ്ടോ? നമ്മളൊക്കെ മഴ പെയ്തു തുടങ്ങുമ്പോൾ ഓരോ സ്ഥലത്തും മഴയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ മഴ കൊണ്ട് ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചൊക്കെ വാർത്തകളും വർത്തമാനങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കും, പടച്ചോനെ നമുക്കൊന്നും പറ്റാതിരിക്കട്ടെ, ഇവിടെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അവിടെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, നമ്മുടെ ഏർപ്പാടുകളും നമ്മുടെ കൃഷികളും നമ്മുടെ വീടും ഇതിനൊന്നും കുഴപ്പമുണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും സ്വാർത്ഥരായി മാറാറുണ്ട്. സത്യത്തില് നമുക്കുണ്ടായോ ഇല്ലേ എന്നുള്ളതല്ല, ഈ പ്രപഞ്ചത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചില ബാധ്യതകളുണ്ട്. എന്തിനാണ് നമ്മുടെ ചുറ്റുഭാഗത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടി തന്നെ അത് നമ്മളെ പരിശോധിക്കാനും നമ്മളെ പരീക്ഷിക്കാനൊക്കെ വേണ്ടിയാണ്. നീ നിന്റെ വീട്ടിൽ വെച്ച് വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ നിന്റെ അയൽവാസിയുടെ വിശപ്പിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിന്റെ വിശ്വാസത്തിൽ കുറവുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇർഹമു അഹ്ലൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാൽ, ഇർഹമു മൻ ഫിൽ അർളി, നിങ്ങൾ ഈ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, എങ്കിൽ യർഹമുക്കും, നിങ്ങളോട് കരുണ കാണിക്കും, മൻ ഫിസ് സമാൽ, ആകാശത്തുള്ളവൻ. ആകാശത്തുള്ളവനായ അല്ലാഹു നമ്മളോട് കരുണ കാണിക്കണം. അവന്റെ കരുണ ഇല്ലെങ്കിൽ നമ്മുടെ ദുന്യാവും പരലോകവും കഷ്ടമാണ്. ആ കരുണ നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു വെച്ച ഒരു നിബന്ധനയാണത്. ഇർഹമു അഹ്ലൽ അർളി, നിങ്ങൾ ഭൂമിയുടെ അഹലുകാരോട് നിങ്ങൾ കരുണ കാണിക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനും അവർക്ക് ഉണ്ടായ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നൽകാനും വളരെ വ്യാപകമായ രൂപത്തിലുള്ള ശ്രമങ്ങൾ നാടൊട്ടുക്കും നടക്കാറുണ്ട്. അത്തരം ശ്രമങ്ങളെ നമ്മൾ ചുരുക്കി പറയുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നാണ് പറയാറ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. എന്താണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? ഭൗതികമായ ഒരു ലാഭേച്ഛയുമില്ലാതെ, ഭൗതികമായി യാതൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ കൊണ്ടാകുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് തന്നാലാകുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ പൊതുവെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന പദം കൊണ്ട് അർത്ഥമാക്കാറ്. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ നിർബന്ധമായ ഒരു സംഗതിയാണ്. സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമൊന്നല്ല. തൻ്റെ ചുറ്റുഭാഗത്ത് ഏതെങ്കിലും ഒരാൾ കഷ്ടപ്പെടുമ്പോൾ അവന്റെ കഷ്ടപ്പാട് അകറ്റാൻ സാധിക്കുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കൽ
ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നോക്കൂ, ഇന്നിപ്പോ നമ്മുടെയൊക്കെ നാട്ടില് മഴ പെയ്തു, പലയിടങ്ങളിൽ പല ആളുകൾ ക്യാമ്പുകളിൽ പാർക്കുന്നു, പല ആളുകൾ വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു, കുറെ ആളുകൾ അവരുടെ ജീവിത മാർഗങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, കുറെ ആളുകൾ പട്ടിണിയിലായിരിക്കുന്നു. അങ്ങനെ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ. ഈ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവരൊക്കെ സഹായിക്കപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ വായിക്കാറുണ്ട്, ഇന്ന സഹായം, വീട് വെക്കാൻ സഹായം, കടകൾ ഉണ്ടാക്കാൻ സഹായം, അങ്ങനെ സഹായം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് വെറുതെ ആലോചിക്കുക, ആ സഹായങ്ങൾ എവിടെയെങ്കിലും നമ്മളുണ്ടോ? ആ സഹായങ്ങളിൽ എവിടെയെങ്കിലും നമ്മളുണ്ടോ? നമ്മുടെ കയ്യിലെ നമ്മുടെ അധ്വാനത്തിന്റെ കാശുകൊണ്ട് ആരെങ്കിലും ഒരു നേരം വിശപ്പടക്കിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരു നേരത്തെ മരുന്നിന്റെ വകയായിട്ടുണ്ടോ? ആർക്കെങ്കിലും അതുകൊണ്ട് ആശ്വാസമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നോക്കൂ, അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ സഹായിക്കേണ്ട സമയങ്ങളിൽ നമ്മളെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടാവും, എത്ര പോൽക്കൊക്കെ കൊടുത്തിട്ട്, എത്തപ്പം ഞാൻ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്കിപ്പോൾ എന്താ അതുകൊണ്ട് കിട്ടുക? ഏതോ ഉള്ള ആൾക്കാർ, എവിടെയോ ഉള്ള ആൾക്കാർ ഓല വിശപ്പ് മാറിയിട്ട്, ഓല തണുപ്പ് മാറിയിട്ട്, ഓല രോഗം മാറിയിട്ട് എനിക്കിപ്പോൾ എന്താ അതുകൊണ്ട് കാര്യം? അല്ലേ? അല്ലാഹു തആല പറയണേ, ഒരു മുസ്ലിമിനോടാ പറയണേ, വഅഖീമുസ് സ്വലാത്ത്, നിങ്ങളൊക്കെ നിസ്കാരം ശരിക്കും നിർവഹിക്കണം കേട്ടോ. വആത്തുസ് സക്കാത്ത്, നിങ്ങളുടെ സ്വത്തിന്റെ കൃത്യമായ വിഹിതം നിങ്ങൾ സക്കാത്തായിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അല്ലാഹു പറയണേ, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ, നാളേക്ക് വേണ്ടി, ഇവിടേക്ക് വേണ്ടിയല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈസ കിട്ടാനോ സൗഹൃദം കിട്ടാനോ നേട്ടം കിട്ടാനോ അധികാരം കിട്ടാനോ അതിനൊന്നുമല്ല. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് ഗുണം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് മുൻകൂട്ടി ചെയ്യുന്നുണ്ടോ, മിൻ ഖൈരിൻ, നന്മയിൽ നിന്ന്, തജിദൂഹു ഇൻദല്ലാഹ്, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിന്റെ ഫലം അവിടെ ഉണ്ടാവും. അപ്പൊ ഞാനത് ചെയ്തിട്ട് എനിക്കെന്താ കിട്ടുക എന്ന ചോദ്യത്തിന് ഈമാനുള്ള മനുഷ്യനോട് അള്ളാഹു നൽകുന്ന മറുപടിയാണ്, നീ എന്തു ചെയ്യുന്നുണ്ടോ, അതെത്ര ചെറുതാവട്ടെ അത് വലുതാവട്ടെ, ഇഖ്ലാസോട് കൂടിയാണോ, തീർച്ചയായും അത് നിന്നെ അവിടെ കാത്തിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വലതു കൈകൊണ്ട് പടച്ച റബ്ബ് അത് സ്വീകരിച്ചിട്ട് അതങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കുന്ന, വളർന്ന് 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 ഒരു വലിയ സമ്പത്തായി തീരുവോളം അതങ്ങനെ പടച്ച റബ്ബ് വളർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നാടൊട്ടുക്കും സഹായത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, സഹായത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളൊന്ന് വെറുതെ ആലോചിക്കണം, അതിൽ എന്റേതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അത് അല്ലാഹു തആല എനിക്ക് തന്ന ഒരു അവസരമല്ലേ? അത് അല്ലാഹു തആല എനിക്ക് പരലോകത്ത് ഗുണം കിട്ടാൻ വേണ്ടി എന്റെ മുമ്പിൽ ഒരുക്കി തന്ന ഒരു സാഹചര്യമല്ലേ? അതിനോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? അപ്പോ സാമ്പത്തികമായ സഹായം, നമ്മളെല്ലാവരും ഈ സഹായം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരിക സാമ്പത്തികമായ സഹായം. സഹായം എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമുള്ള ഒരു കാര്യമല്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു സുലാമാ മിനൻ നാസി അലൈഹി സദഖത്തുൻ കുല്ല യൗമിൻ തത്ലു ഫീ ശംസു, സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസത്തിലും മനുഷ്യന്റെ ഓരോ സന്ധികൾക്കും സദഖകൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. നമ്മൾക്ക് വെറും കീശയിലെ പൈസ കൊടുക്കൽ മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് പല രൂപത്തിലുള്ള സദഖകൾ. എന്നിട്ട് പ്രവാചകർ പറഞ്ഞത്, യഅദിലു ബൈനന്നാസി സദഖത്തുൻ, യഅദിലു ബൈനന്നാസി സദഖത്തുൻ, ആളുകൾക്കിടയിൽ നീതി പാലിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ നിങ്ങൾ നീതിയോടുകൂടി അതിൽ ഇടപെടുകയാണെങ്കിൽ അത് സദഖയാണ്. നോക്കൂ, പ്രവാചകൻ വീണ്ടും പഠിപ്പിക്കുക, അത്ഇമുൽ ജാഇഅ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, വഊദു അൽ മരീള, രോഗിയെ സന്ദർശിക്കുക. ഇതൊക്കെ സദഖയാണ്. രോഗിയെ സന്ദർശിക്കലും ആ രോഗിയെ ആശ്വസിപ്പിക്കലും ആ രോഗിക്ക് തുണയാകലും ഇന്നത്തെ കാലത്തൊക്കെ ഏറ്റവും വലിയ സദഖ അതാട്ടോ. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ പ്രഭാഷണം ശ്രദ്ധിച്ചേ.
അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഏതാ നിങ്ങൾക്കറിയോ? ഏതേക്കാരം ലോകത്തിലെ ഏറ്റവും വലിയ വേദന? അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ക്യാൻസറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങളോ ഉണ്ടാക്കുന്ന വേദനകളെക്കാളേറെ ഒരു രോഗി അനുഭവിക്കുന്ന വേദന എപ്പോഴറിയോ? ഞാൻ ഒറ്റക്കാണ് എന്നറിയുമ്പോഴുള്ള വേദനയാണ്. ഒരു കാലത്ത് ആരൊക്കെയോ ഉണ്ടായിരുന്നു, പിന്നെ ആരില്ലാതെ ഒറ്റക്കാണ് എന്നറിയുമ്പോഴുള്ള വേദന. എത്രയോ ആളുകളുണ്ട് നിങ്ങൾ, ഒരു ചെറിയ സർജറി കൊണ്ട് അവസാനിക്കുന്ന വേദനകളാണ്. പക്ഷേ പണമില്ലാഞ്ഞിട്ടല്ല, ഒരു 4 ദിവസം ആശുപത്രിയിൽ അവരുടെ കൂടെ നിൽക്കാൻ ആളില്ല. ഒന്ന് കൂടെ നിൽക്കണ്ടേ? ഒന്ന് കാൽമുട്ടൊന്ന് അല്ലെങ്കിൽ ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് കീറിപ്പൊളിച്ചാൽ ഒന്ന് ബാത്റൂമിലേക്കൊന്ന് താങ്ങിക്കൊണ്ടുപോകാൻ, ആ മലമൂത്ര വിസർജ്യങ്ങളൊന്ന് ശുദ്ധീകരിക്കാൻ ഒരാൾ വേണ്ടേ? ഡോക്ടർമാർ ചോദിക്കുക, എന്താ നിങ്ങൾ സർജറി ചെയ്യാത്തത്? പൈസ അല്ലേ? പൈസ അല്ലായിട്ടല്ല സാറേ, എൻ്റെ കൂടെ നിൽക്കാൻ ഒരാളില്ല. ആ ഡോക്ടർ പറഞ്ഞത്, ഞാൻ കണ്ടത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന അവിടെയാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞേ, നിന്റെ സഹോദരൻ രോഗിയായാൽ നീ അവനെ സന്ദർശിച്ചോളണമെന്നാ. സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ പോയിട്ട് ജനലിന്റെ പൊളി കൂടെ എത്തി നോക്കി പോരുന്നല്ല. രോഗസന്ദർശനം എങ്ങനെ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്തു പോയിട്ടിരിക്കണം, കാര്യങ്ങൾ ചോദിക്കണം, പ്രാർത്ഥിക്കണം, ആശ്വസിപ്പിക്കണം, ആവുന്ന സഹായങ്ങൾ ചെയ്യണം. അതാണ് രോഗസന്ദർശനം. അല്ലാഹു തആല നാളെ പരലോകത്ത് നമ്മളോട് ചോദിക്കും, എന്നോടുകളൊക്കെ ചോദിക്കും, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിക്കാഞ്ഞത്? പടച്ചോൻ ചോദിക്കുക. അവ സ്വാഭാവികമായിട്ടും നമ്മൾ തിരിച്ചു ചോദിക്കും, റബ്ബേ നീ എങ്ങനെ രോഗിയാവുക? ആയാൽ തന്നെ ഞാൻ എങ്ങനെ സന്ദർശിക്കുക? അപ്പൊ അള്ളാഹ് പറയുന്ന, ഇന്നയാള് രോഗിയായിരുന്നപ്പോ നീ അവനെ സന്ദർശിച്ചിരുന്നു എങ്കിൽ അത് എന്നെ സന്ദർശിച്ചതുപോലെ ആകുമായിരുന്നല്ലോ. നീ സന്ദർശിച്ചില്ലല്ലോ, അതൊരു കുറ്റം. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാത്തതും ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കാത്തതും ഒക്കെ കുറ്റമായതുപോലെ തന്നെ ഒരു കുറ്റമായിട്ടാണ് പഠിപ്പിച്ചത്. അപ്പോ ഈ പ്രത്യേക കാലഘട്ടത്തിലൊക്കെ രോഗം സാർവത്രികമായ ഒരു ജീവിത അവസ്ഥയായി മാറിയിട്ടുണ്ട്. പല ആളുകൾക്കും ആ രോഗത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ വേദന അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്നതാണ്. ആ ഒറ്റപ്പെടലുകളിൽ എങ്ങനെ നമുക്ക് അവർക്ക് ആശ്വാസമാവുക? പൈസ ഒന്നും വേണ്ടി വരില്ല. പൈസ അവിടെ വെച്ചോളി പറഞ്ഞാൽ തലക്കണി പൊന്തിച്ച് കാണിച്ചെന്ന് കുറേ പൈസ ഉണ്ട്. പക്ഷെ എന്താ ചെയ്യുക? ബാത്റൂമിൽ ഒന്ന് പോകുമ്പോൾ കൈയൊന്ന് പിടിക്കാൻ ആളില്ല, അല്ലേ? സഹായങ്ങൾ പണം മാത്രമല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരണേ. ചില ആളുകൾ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് സങ്കടം പറഞ്ഞു, റസൂലേ സക്കാത്തും സദക്കയൊക്കെയാണല്ലോ സ്വർഗത്ത് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോ സ്വർഗമൊക്കെ മുതലാളിമാർ കൊണ്ടുപോയി റസൂലേ. ഞങ്ങൾ സാധുക്കള് സക്കാത്ത് കൊടുക്കാനും പൈസ അല്ല, സദക്ക കൊടുക്കാനും പൈസ അല്ല. ഈ സദക്കയും സക്കാത്തും കൊടുത്ത് മുതലാളിമാരൊക്കെ സ്വർഗത്ത് പോകുമ്പോ ഞങ്ങളുടെ കാര്യം അവതാളത്തിലാവൂലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണേ, നിങ്ങളെന്താ വിചാരിച്ച്? സദക്ക എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കൽ മാത്രമല്ല, പണം കൊടുക്കലുള്ള സദക്ക. പ്രവാചകൻ പഠിപ്പിക്കണേ, നിന്റെ സഹോദരന്റെ മുഖത്തു നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് ഒരു സദക്കയാണെന്ന്. ഒരു മനുഷ്യന്റെ ദയനീയമായ പ്രയാസം അനുഭവിക്കുന്ന, ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന, കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്നത് അതൊരു സദക്കയാണ്. അതിന് കഴിയാത്ത ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? ശാരീരിക കഴിവില്ല, ചിരിക്കാൻ കഴിയാത്ത ആരാള്? നമ്മളെ ആ മനസ്സിന്റെ ഉള്ളിലെ ആ കുന്നായ്മയും കൂട്ടായ്മയൊക്കെ മാറ്റി വെച്ചാൽ ശരിക്കും ചിരിക്കാൻ പറ്റാത്ത ആൾക്കാരാളുള്ളത്? ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്യണം കേട്ടോ, അതൊരു സദക്കേ. ഒരാളുടെ ഭാഗത്തൊരു അബദ്ധം ഉണ്ടാവുമ്പോ നോക്കിയാ ഇത് തെറ്റാട്ടോ, പാടില്ലട്ടോ, അതൊരു സദക്കേ. വഴി അറിയാത്ത ഒരാൾക്ക് നോക്കിയാ, എനിക്ക് വൈക്കടുക്കല പോണ്ടേ, ഇങ്ങോട്ടാട്ടോ പോണ്ടേ, അങ്ങനെ വഴി അറിയാത്ത ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കൽ ഒരു സദക്കയാണ്. ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കൂല, അപ്പുറത്ത് ചോദിച്ചു പറയും, ഇത് 2 വർത്താനം അവന് പറയണ്ടേ, അതിന് വരെ പറ്റിയ കൊടുക്കൂല. എന്നെ കൊണ്ട് ഒരാൾക്ക് ഒരു ഉപകാരം കിട്ടിക്കൂടാ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ചില ദുർഭാഗ്യവാന്മാരായ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ റസൂൽ പറയണേ, വഴി അറിയാത്ത ഒരാൾക്ക് വഴി പറഞ്ഞു. നമ്മളൊക്കെ ചിലപ്പോൾ ചില വഴിക്ക് യാത്ര പോകുമ്പോൾ വഴി തെറ്റിയിട്ടൊക്കെ ചില സ്ഥലത്ത് വഴി ചോദിക്കും. ചില ആളുകളുടെ പ്രതികരണം നമ്മളെ തന്നെ ഇടങ്ങേറാക്കും. എന്നാൽ ചില ആളുകൾ
എത്ര തിരക്കാണ്. ചായക്കടയിലൊക്കെ ചായ കടിക്കുന്ന ആൾക്കാർ പാത്രമൊക്കെ അവിടെ വെച്ച് ഇറങ്ങി വന്നിരുന്ന ഇങ്ങോട്ട് പോയിട്ട് 2 കിലോമീറ്റർ അങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ എത്തുവോളുള്ള വഴി കൃത്യമായിട്ട് ഒരു പറഞ്ഞു അല്ലേ, അതൊരു സദഖയാണ്. വളരെ ദയനീയമായ കഷ്ടപ്പെട്ട ഒരു പാവം. ചിലപ്പോൾ നമ്മളെ കണ്ണിലൊന്നും ഒരിക്കലും പെടാത്ത ആൾക്കാരുണ്ടാവും. നമ്മളൊക്കെ വലിയ വലിയ ലിനന്റെ കുപ്പായൊക്കെ ഇട്ട് വലിയ തുണിയൊക്കെ ഉള്ള അങ്ങനത്തെ ആൾക്കാരെ കണ്ണ് കാണുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോണ കുറേ ചെറിയ മനുഷ്യന്മാരുണ്ട്. അത്തരം ആളുകളുടെ മുഖത്തേക്ക് നോക്കൽ അതൊരു സദഖയാണ്. റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴേ കല്ല് അല്ലെങ്കിൽ മുള്ള് അല്ലെങ്കിൽ എല്ല് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സദഖ. ഇതൊക്കെ സദഖയാണ്. റസൂൽ വീണ്ടും പറയുന്നുണ്ട്, ഭാരം വഹിച്ച് കഷ്ടപ്പെടുന്ന ഒരാളുടെ അത് തരും കാക്ക ഞാൻ പിടിച്ചോളാം എന്ന് പറയല് ഒരു സദഖയാണ്. വാഹനത്തിൽ കയറാൻ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് അയാളെ വാഹനത്തിൽ കയറ്റാൻ സഹായിക്കല് തങ്ങളുടെ കയറിക്കോളി ഞാൻ പിടിച്ചരാം, അതൊരു സദഖയാണ്. ചീറ്റിമലൊക്കെ തൂങ്ങി വയസ്സന്മാരായ ആൾക്കാർ അടിഞ്ഞേറായി നിൽക്കുമ്പോൾ കാണാത്ത മയക്ക് ഇങ്ങനെ ഇല്ലാത്ത ഉറങ്ങി കിടക്കല്ല, ഒന്ന് എണീറ്റിട്ട് കാക്ക ഇവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞാൽ അതൊരു സദഖയാണ്. നിങ്ങൾ ഇസ്ലാമിൽ ഇതൊക്കെ സദഖയാണ്. ഈ സദഖ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ചില്ലറ സംഗതിയല്ല. സദഖ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിങ്ങള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, നാളെ പരലോകത്ത് 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ തണല് കൊണ്ട് അള്ളാഹു തണല് കൊടുക്കുമ്പോൾ അതിലൊന്നാരാ നിങ്ങൾ? ഈ ആളുകൾക്ക് നിഷ്കളങ്കമായ രൂപത്തിൽ സദഖ ചെയ്ത ആളുകളാണ്. ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കാനേ സദഖയോളം ഗുണം ചെയ്യുന്ന വേറൊരു സംഗതി ഇല്ലെന്നാണ്. അസ്സദഖതു തുത്ഫിഉൽ ഖതിയതന, അല്ലേ? പാപങ്ങളെ കെടുത്തിക്കളയും സദഖ. നാളെ പരലോകത്തെ പടച്ചോനിങ്ങനെ സദഖയുടെ തണലിലാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്ത സദഖകളുടെ തണലിലായിക്കാരം പരലോകത്തെ നമ്മൾ നിൽക്കുകയെന്നാണ്. ചുരുക്കത്തില് സദഖ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും നമ്മളാരും നഷ്ടപ്പെടുത്താതിരിക്കുക. ഇങ്ങനത്തൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്ന കാലത്തെ ഇതിന് അവസരം കൂടും. നമ്മുടെ മുമ്പിലൊക്കെ ആള് വരും, വീട്ടിൽ വരും, പള്ളിയിൽ വരും, കടയിൽ വരും, വാഹനത്തിൽ വരും. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഓല് ഇന്നെ പിഴിയാൻ വേണ്ടി വരികയല്ല, എനിക്ക് പടച്ചോന്റെ അടുത്ത് ഗുണം കിട്ടാൻ വേണ്ടി പടച്ച റബ്ബ് ഇന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണ് എന്ന ഒരു ബോധ്യവും ഒരു ബോധവും നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. നോക്കൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാട്ടോ, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഈ ദുനിയാവില് ഒരു മനുഷ്യന്റെ ഒരു പ്രയാസം എന്താവാ, സാമ്പത്തികാവാ, ശാരീരികാവാ, മാനസികാവാ, എന്താവാ, ഒരു മനുഷ്യന്റെ ഒരു പ്രയാസം ഈ ദുനിയാവില് നമ്മൾ പരിഹരിച്ചു കൊടുത്താൽ, ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട്, ചിലപ്പോൾ നമ്മളെ ഒരു ചെറിയ ഉപദേശം കൊണ്ട്, ചിലപ്പോൾ നമ്മളൊരു ഫോൺ കോൾ കൊണ്ട്, എന്തെങ്കിലും ഒരാളുടെ ഒരു പ്രയാസം നമ്മൾ മാറ്റിക്കൊടുത്താൽ അതിന്റെ ഗുണതരങ്ങൾ ദുനിയാവിലെ പ്രയാസം പറഞ്ഞാൽ ചെറുതേക്കാരം. നാളെ പരലോകത്തെ പ്രയാസം ദുനിയാവിലെ പ്രയാസത്തിന്റെ എത്ര മേലേറങ്ങൾ. ആ പരലോകത്ത് നമ്മൾ പെടുന്ന ഒരു പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കും. അതിനെന്താ കാരണം അറിയാം? ദുനിയാവില് ഇന്നൊരു മനുഷ്യൻ ഇടങ്ങേറായപ്പോ നീ അയാളെ സഹായിച്ചത് ഓർമ്മണ്ടോ? ഇന്ന ഒരാള് കഷ്ടപ്പാടായപ്പോ നീ അയാളെ സഹായിച്ചത് ഓർമ്മണ്ടോ? അതുകൊണ്ട് നിനക്ക് ഈ പ്രയാസത്തെ ഞാൻ ഇല്ലാതാക്കി. മൻ യസ്സറ അലാ മുഅ്സിരിൻ, റസൂൽ പറയാണ്, മൻ യസ്സറ അലാ മുഅ്സിരിൻ, കഷ്ടപ്പെടുന്ന ഒരാള് എളുപ്പമാക്കി കൊടുത്താൽ. ഒരാള് ബസ്സിൽ ഇങ്ങനെ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കവറെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ചെറിയ മനുഷ്യൻ. അപ്പോ അയാൾക്ക് എഴുന്നേറ്റ് കൊടുത്തു, അയാളുടെ ഇരുന്ന് നമ്മൾ പിന്നെ ഇറങ്ങി. ഇപ്പൊ കാണുമ്പോഴൊക്കെ അയാൾ പറയും, ഓ ഞാൻ മറക്കൂലട്ടോ, അയാൾ ആശുപത്രിയിൽ നിന്ന് മരുന്ന് വാങ്ങി വരാം, പനിക്കുന്നത്. അപ്പൊ അങ്ങനെ പനിച്ചിട്ട് ഇങ്ങനെ വീണ് പോകുന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സീറ്റ് കിട്ടിയത്. അയാളെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസം. അപ്പൊ ഒരു മനുഷ്യൻ ആരെങ്കിലും അവന്റെ പ്രയാസത്തിന് ഒരു എളുപ്പം ഉണ്ടാക്കി കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും അള്ളാഹു ഇങ്ങനെ പ്രയാസങ്ങളിൽ നിന്ന് നമ്മളൊക്കെ വിചാരിക്കല്ലേ, കുടുങ്ങുന്ന് വിചാരിക്കുന്ന ചില സന്ദർഭങ്ങൾ പെട്ടതന്നെ ഇതില്, പക്ഷെ വളരെ സ്മൂത്തായിട്ട് കൂളായിട്ട് ഇങ്ങനെ പോകും. അപ്പൊ എന്താണ്?
പടച്ചോൻ നമ്മളാരോ സഹായിച്ചിനി, അതിന്റെ ഫലമായിട്ട് പടച്ചോൻ തന്ന സഹായമാണ്. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഒരു മുസ്ലിമിന്റെ ഒരു കുറവ്, ഓൻ്റെ ഒരു ന്യൂനത, അത് ഒരാൾ മറച്ചു വെച്ചാൽ ആൾക്കാരുടെ പ്രയാസങ്ങളെ, ആൾക്കാർക്കൊക്കെ പലതിങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ന്യൂനതകൾ കണ്ടെത്തലാണല്ലോ പ്രധാനപ്പെട്ട ഹോബി. ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും അല്ലേ, നല്ല പാല് കിട്ടുന്ന അകിടാണെങ്കിലും അവിടെ വന്നിരിക്കുന്ന കൊതുകിന് ആവശ്യം ചോരയാണെന്ന് പറഞ്ഞ പോലെ 1000 നന്മകൾ ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതൊരു വാക്കിലാവാം, ചിലപ്പോൾ ഒരു വാക്കിന്റെ പകുതിയിലാവാം, അത് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആഘോഷിക്കുന്ന കാലത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഒരാളുടെ കുറവ്, ഇപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ 2 ആൾക്കാർ കൂടി ഒരു സാധു മനുഷ്യനെ പറ്റി കുറ്റം പറയാം, നമുക്കവിടെ ഇടപെടാം. നിങ്ങൾ പറയും പോലെയല്ല, അങ്ങനെയല്ല, ഇതാണ് അങ്ങനെ. ആ മനുഷ്യന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന രൂപത്തിൽ നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ കുറവുകളെ, നമ്മുടെ വൈകല്യങ്ങളെ അല്ലാഹു തആല അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന പറഞ്ഞേ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ഒരാള് തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന. ചിലപ്പോഴൊക്കെ ചില കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയാലേ നമ്മൾ പറയും, ഏയ് അയക്ക് ഞാനില്ല, അയക്കാണ്ട് ഇറങ്ങിയാണ്ടല്ലോ ഇപ്പോഴൊന്നും കയറാൻ പറ്റില്ല, അത് വലിയ പ്രശ്നമാണ്. ഒരു നഷ്ടം വിചാരിക്കണ്ട. നിങ്ങളുടെ സുഹൃത്തിൻ്റെ സഹോദരൻ്റെ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഇവിടെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ പറയുക? ഇവിടെയൊക്കെ ഒരു നിബന്ധന ഉണ്ട്, ഇഖ്ലാസ്. എന്താ ഇഖ്ലാസ്? നമ്മളൊരാളെ സഹായിക്കുന്നത് ഓൻ്റെയൊക്കെ വല്ലതും കിട്ടാനോ, അല്ലെങ്കിൽ നമ്മളെ പറ്റി നല്ലത് പറയാനോ, അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും ഭൗതികമായ ആവശ്യങ്ങൾക്കോ വേണ്ടിയാണെങ്കിൽ അത് അവിടെ തീരും. അള്ളാഹു നാളെ പരലോകത്ത് ഒരാളെ വിചാരണക്ക് എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ ദുന്യാവിൽ എന്താ തന്നിരുന്നത്? അപ്പൊ അയാൾ പറയും, എനിക്കൊരുപാട് പണം തന്നിരുന്നു റബ്ബേ, ഒരുപാട് പൈസ തന്നിനി. അപ്പൊ അള്ളാഹ് ചോദിക്കും, എന്നിട്ട് ആ പൈസക്ക് നീ എന്താ കാട്ടിയേ? അപ്പൊ അയാൾ പറയും, അതൊക്കെ ഞാൻ നിന്റെ മാർഗത്തിൽ ദാനം ചെയ്തില്ലേ. അപ്പൊ അള്ളാഹു അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കളവ്, നീ പച്ച കള്ള പറഞ്ഞ് സംഗതിയൊക്കെ നീ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് എന്റെ മാർഗത്തിലാന്ന് പറയാൻ പറ്റില്ല. നിനക്ക് നല്ല വാക്ക് കേൾക്കാനും നിന്നെ പ്രശംസിക്കാനും നിനക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാനും അംഗീകാരം കിട്ടാനും വേണ്ടിയല്ലേ കൊടുത്ത്? അള്ളാന്റെ കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒന്നുമില്ല, ഒയ്ക്കോയി നരകത്തേക്ക് വിടുന്ന. അപ്പൊ നമ്മള് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ 500 ഉറുപ്യ കൊടുക്കുമ്പോൾ 5000 ഉറുപ്യന്റെ ഫോട്ടോ എടുത്ത് കാണ്ട് പേപ്പറിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രസിദ്ധീകരിക്കാൻ വാശി കാണിക്കണവരുണ്ടല്ലോ. ആ പൈസ ഇങ്ങോട്ട് പോയി കിട്ടിയെന്നല്ലാതെ യാതൊരു ഗുണം ഉണ്ടാവില്ല. വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കുന്നവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കൂലിണ്ടതാണ്. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. നല്ല പരലോക ബോധ്യത്തോടു കൂടിയാവണം നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മഴയൊക്കെ നന്നായിട്ട് പെയ്യുന്ന, അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാവുന്ന, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ ഉണ്ട്. ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പ്രശ്നമാണ്. പിന്നെ ആ വീട്ടിലൊക്കെ ഒന്ന് നമുക്കറിയാലപ്പോൾ 2-3-4 കൊല്ലം മുമ്പ് നമ്മളൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ അല്ലേ, പട്ടിണിയുടെ, ദാരിദ്ര്യത്തിൻ്റെ, രോഗത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ. അപ്പം നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്ത് ഇവരൊക്കെ സഹായിക്കാനുള്ള ഒറ്റായും കൂട്ടമായതുമായ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാവാം. നമുക്കും ആ സംരംഭത്തിന്റെ ഭാഗമാവാം. നോക്കൂ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലത്ത് വ്യാപകമായ ഒരു എന്താ പറയാ, ഒരു വലിയ രൂപത്തിലുള്ള പിന്നെ പട്ടിണി, മഴ പെയ്യാതെ, ഭക്ഷണങ്ങളില്ലാതെ ദീർഘമായ 1-2 ദിവസം എന്നല്ല, 1-2 മാസമല്ല, 8-9 മാസം പട്ടിണിയുടെ കടുത്ത അവസ്ഥ ഉണ്ടായി. ആ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ നാട്ടിലുണ്ടാക്കിയ ചില സംവിധാനങ്ങൾ. ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെത് ക്രൈസിസ് മാനേജ്മെന്റ്. അതായത് ഈ പ്രതിസന്ധിയിൽ ആളുകളെ സഹായിക്കാൻ ആവശ്യമായ ഒരു ദുരിത സഹായ ഒരു സംഘത്തെ അദ്ദേഹം രൂപീകരിച്ചു. കഴിവുള്ള ആൾക്കാരെ, ശേഷിയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് ഇന്ന് ചെയ്യണം അങ്ങനത്തെ ചില ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഒരു രൂപീകരണം അദ്ദേഹം നടത്തി. രണ്ടാമത്തേത് അദ്ദേഹം ചെയ്തത്, നാട്ടിൽ ഉള്ള മനുഷ്യന്മാരെ കയ്യിലുള്ള ഭക്ഷണം ഉണ്ടല്ലോ, ആ ഭക്ഷണം അതില്ലാത്ത ആളുകൾക്ക് എന്താ പറഞ്ഞത്, നിങ്ങൾ വിശക്കുന്നവൻ അരവയറു ഭക്ഷണം കഴിച്ച് ബാക്കി അരവയറ് നിന്റെ അയൽക്കാരന് കൊടുക്കട്ടെ. എല്ലാവർക്കും ഉള്ള ഭക്ഷണം. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ
ഒരു പ്രയാസം ഉണ്ടാവുന്നുണ്ട്, ഒരു പെരുമഴ വരുന്നുണ്ട്, മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യാറുകൾ? വേഗം പോയിട്ട് 2 ചാക്കരി 50 കിലോ പഞ്ചസാര ചായപ്പൊടി നമ്മളെ വീടിന്റെ സ്റ്റോർ റൂം നടക്കാനാ ശ്രമിക്കുക അല്ലേ? അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്ന ഒരു സംവിധാനം അദ്ദേഹം ഉറപ്പാക്കി. മൂന്നാമത്തേത്, പുറത്തു നിന്നുള്ള ആളുകളിൽ നിന്ന് അദ്ദേഹം സഹായം തേടി. പുറത്തുള്ള രാഷ്ട്രങ്ങള് അവരോടൊക്കെ ഈ രാജ്യത്തെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഉള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ജീവിക്കാൻ ആവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത്, അതേപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് ആ കിട്ടുന്ന ഭക്ഷണം മുഴുവനും വാങ്ങി പൊതുവായിട്ട് സൂക്ഷിച്ചു വെക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ഇത്തരം സന്ദർഭങ്ങളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പൂഴ്ത്തിവെപ്പ്, വിലക്കയറ്റം, അങ്ങനെ പൂഴ്ത്തിവെപ്പും വിലക്കയറ്റവും ഒക്കെ ഉണ്ടാകുന്ന ആളുകളെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും അവർ പൂഴ്ത്തിവെച്ച സാധനങ്ങൾ പിടിച്ചെടുത്ത് അദ്ദേഹം വിതരണം ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പ്രാർത്ഥന, മഴയ്ക്ക് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥന, ആളുകളോട് അദ്ദേഹം പ്രാർത്ഥന, ആരാധനകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇതൊക്കെ 1400 കൊല്ലം മുമ്പ് നടപ്പാക്കിയ കാര്യമാണ്. അതൊക്കെ തന്നെ എപ്പോഴും നടപ്പിലാക്കണേ. പുതിയതൊന്നും ആരെക്കൊണ്ടും സാധ്യമല്ല. പക്ഷെ ഇതിലൊക്കെ നമ്മുടേതായ ഒരു പങ്കുണ്ടാവണം. നേതൃത്വ സ്ഥാനത്ത് നമ്മൾ ഉണ്ടാവണം, മുന്നിലുണ്ടാവണം. ആർക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. അവിടെ ഒരു പ്രയാസമുണ്ട് എന്നറിഞ്ഞാൽ ആ പ്രയാസം ലഘൂകരിച്ചിട്ടേ പിന്നീട് നമുക്കൊരു സമാധാനം ഉള്ളൂ. അത്തരത്തിലവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഈമാൻ ശരിക്കും പൂർണ്ണമാവുക. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ ഈമാനാണ് നാളെ പരലോകത്തിലെ രക്ഷയാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി, നരകത്തിൽ നിന്ന് ആരാണോ മാറ്റി നിർത്തപ്പെടുന്നത്, സുഹ്സിഹ എന്ന ആ അറബി പദത്തിന് വലിയ വിശാലമായ അർത്ഥമുണ്ട്. അതൊരു ലക്കല്ല, ഒരു നറുക്കെടുപ്പല്ല. കഠിനമായ പോരാട്ടത്തിലൂടെ, കഠിനമായ പ്രയാസത്തിലൂടെ മാത്രമേ നരകത്തിൽ നിന്ന് ഒരാൾക്ക് വിട്ടു നിൽക്കാൻ പറ്റൂ. അതൊരു ഓട്ടോമാറ്റിക്കായി നടക്കുന്ന സംഗതിയല്ല. നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാത്ത ഒരു മനുഷ്യനും ഇല്ല. എല്ലാവരും എത്തും നരകത്തിന്റെ മുമ്പിൽ. പിന്നെ ആ നരകത്തിന്റെ അപ്പുറത്തേക്കാണ് എത്തണമെങ്കിണ്ടല്ലോ, അതൊരു പോരാട്ടം തന്നെയാണ്. അപ്പൊ ദുന്യാവില് വളരെ കൃത്യമായ നീയത്തോടു കൂടി, വളരെ കൃത്യമായ വിശ്വാസത്തോടു കൂടി നന്മ ചെയ്യാൻ അവസരിക്കുന്ന അവസരങ്ങൾ ഏതും അത് നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് പറ്റിയൊരു സമയപ്പോ പ്രയാസങ്ങൾ ചുറ്റുഭാഗത്തും കേൾക്കുന്നുണ്ട്. നമ്മൾ അന്വേഷിക്കണം, അവസരങ്ങൾ ഉണ്ടാക്കണം, അവകാശികളെ കണ്ടെത്തും. ഒരു ബൃദ്ധം ചോദിച്ചാൽ മതി. നിങ്ങളൊന്ന് ഒരു ദിവസം കണ്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നോക്കി, എത്രണ്ണം കിട്ടും? പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ആശുപത്രികളിൽ, ഇവിടങ്ങളിൽ ഇടങ്ങേറാവണ മനുഷ്യന്മാർ കുറച്ചൊന്നല്ല, കുറേ ഉണ്ട്. കണ്ടെത്തുക, ആവുന്ന രൂപത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, പൈസ കൊടുക്കലും മാത്രമല്ല സദക്ക. എന്തൊരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ സദക്ക. അപ്പൊ ആ സദക്കയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് തഖുല്ലാഹ്. വളരെ പ്രസിദ്ധമായ ഒരു തിയറി ഉണ്ട്, ലാസ്റ്റ് മീറ്റിംഗ് തിയറി എന്നാണ് അത് അറിയപ്പെടുക. അതൊരു ശാസ്ത്ര ഇതൊന്നല്ല, മനുഷ്യരുടെ നിരന്തരമായ ജീവിതത്തിൽ നിന്ന്, അവന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഒരു സിദ്ധാന്തമാണ് ഈ ലാസ്റ്റ് മീറ്റിംഗ് തിയറി എന്നറിയപ്പെടുന്നത്. ലാസ്റ്റ് മീറ്റിംഗ് എന്ന് എല്ലാവർക്കും അറിയാം, അവസാനത്തെ കൂടിക്കാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര ആളുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഓർമ്മയുണ്ടോ? നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് ആ ഉമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മളെ ആദ്യമായിട്ട് ഈ ഭൂമിയിലേക്ക് ഏറ്റുവാങ്ങിയത് ആരായിരിക്കും? ആ നമ്മളെ അഴുക്കിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് ഒരുപക്ഷെ നമ്മൾ തൊടാൻ പോലും അറക്കുന്ന അവസ്ഥയിൽ നമ്മളെ വൃത്തിയാക്കി നല്ല ശുദ്ധമായ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഉമ്മയുടെ ചൂടിനോട് ചേർത്ത് വെച്ചത് ആരായിരിക്കും? അവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ എത്ര ആളുകൾ ഉണ്ടാവും?
കുറേ ആളുകൾ ഉണ്ടാവില്ലേ, കുറേ ആളുകൾ, നമ്മൾ ഇഷ്ടപ്പെട്ടവർ, നമ്മൾ സ്നേഹിച്ചവർ, കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചവർ, നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, കൂടെ പഠിച്ചവർ, ഒരു ബെഞ്ചിലിരുന്നവർ, ഒന്നിച്ച് ജോലി ചെയ്തവർ, യാത്ര ചെയ്തവർ, കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ. ഇതിൽ കുറേ ആളുകളെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും രാവും പകലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചിലർ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. ഒരുപക്ഷെ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ നമ്മളുമായി ഒരുമിച്ചു ജീവിച്ച സാഹചര്യം മാറി അവർ മറ്റൊരു വഴിക്കും നമ്മൾ മറ്റൊരു വഴിക്കും തിരിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരും നമ്മളും കണ്ടുമുട്ടേണ്ട ആവശ്യങ്ങൾ അവസാനിച്ചിട്ടുണ്ടാവാം. പാലുമായിട്ട് വീട്ടുപടിക്കലെത്താറുള്ള ഒരു ബംഗാളി പയ്യനുണ്ടായിരുന്നു. ഒരു ദിവസം ചില്ലറ പൈസ കുറച്ച് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. നാളെ തരാം, ആയിക്കോട്ടെ, നാളെ മതി കാക്കാന്ന് പറഞ്ഞു. പിറ്റേന്ന് ആ ചില്ലറയുമായിട്ട് ഇറങ്ങിയപ്പോൾ പാലും കൊണ്ടുവന്ന് വേറൊരാള്. അപ്പൊ ഇന്നലത്തെ പയ്യനോടെ ഓൻ്റെ അമ്മ മരിച്ചിട്ട് ഓൻ പോയി. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഓനെ കണ്ടില്ല. നമ്മുടെ കൂടെ യാത്ര ചെയ്തവര്, ചിലപ്പോൾ ഒരുമിച്ച് ജീവിച്ചവര്, ചിലപ്പോൾ ഒരുമിച്ച് പഠിച്ചവര്, ഒരുമിച്ച് ജോലി ചെയ്തവര്, നമ്മുടെ സുഹൃത്തുക്കളായിരുന്നവര്, നമുക്ക് ഏറെ വേണ്ടപ്പെട്ടവരായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ട് നമ്മൾ കൂടെ കൂട്ടിയ ആൾക്കാർ പിന്നെ പിരിഞ്ഞിട്ട് ഓലെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഒരുപാട് ഉണ്ട്, മരിച്ചിട്ടൊന്നുമില്ല. ഒരുപാട് നമ്മൾ ചിലപ്പോൾ ചോദിക്കൊക്കെ നമ്മളൊപ്പം ഉണ്ടായി, ഓപ്പം എവിടെയുള്ളത്? ഓമ്പടുണ്ടല്ലോ. എവിടെ ഓമ്പടുണ്ട്? പടച്ചോനെ, ഞാൻ ഓനെ പിന്നെ കണ്ടിട്ടല്ല. ഓമ്പടുണ്ട്, നമ്മൾ ഓനെ കണ്ടിട്ടില്ല. എന്താ കാണാത്ത? ഓനെ കാണേണ്ട ആവശ്യം നമുക്ക് ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പൊ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിന്നിരുന്ന പല ആളുകളും പിന്നീട് ഒരിക്കലും കാണാത്ത വിധം പിരിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ പിരിഞ്ഞു പോയ ഒരാളെ അവസാനമായിട്ട് നമ്മളും അയാളും മീറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? എവിടെ വെച്ചായിരുന്നു? എപ്പോഴായിരുന്നു? എന്നാലോചിച്ച് നോക്കി. ആ അവസാനത്തെ പിരിച്ച് ഒരിക്കലും നമുക്കറിയില്ല ഇത് അവസാനത്തെ പിരിച്ചിലാണെന്നും ഇനി ഇവനെ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കാണൂലെന്നും നമുക്കറിയില്ല. പക്ഷെ എങ്കിലും ഒന്ന് ആലോചിച്ചെടുക്കുക, ആ അവസാനത്തെ പിരിച്ചിൽ എങ്ങനെയായിരുന്നു? ആ പിരിച്ചിലുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് ഈ പറഞ്ഞപ്പെട്ട ലാസ്റ്റ് വീക്കിൽ കിട്ടിയത്. ഞാനൊരിക്കലും 4 ദിവസത്തെ യാത്രക്ക് ദുബൈയിലേക്ക് പോകും. വെറും 4 ദിവസം. 4ാമത്തെ ദിവസം മടങ്ങും. ബാപ്പാനെ കണ്ട് യാത്ര ചോദിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന് ബാപ്പാനോട് പറഞ്ഞു, 4 ദിവസത്തെ യാത്ര, ബാപ്പാന് കുഴപ്പമൊന്നുമില്ല, പോയി വന്നോ, ശ്രദ്ധിക്കണം കേട്ടോ. ബാപ്പ എപ്പോഴും അങ്ങനെ ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഒരു ഉപദേശം തരും, ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ആയിക്കോട്ടെ. സലാം പറഞ്ഞു കൈ കൊടുത്ത് പോയി. 3ാമത്തെ ദിവസം വൈകുന്നേരം എനിക്ക് ഫോൺ വന്നു, ബാപ്പ മരിച്ചു അല്ലേ. അവസാനമായിട്ട് ബാപ്പാക്ക് യാത്ര പറഞ്ഞ് സലാം പറഞ്ഞ് ബാപ്പ പോട്ടെ എന്ന് പറഞ്ഞ് ബാപ്പാന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കൈ തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നോ? പണ്ട് നടത്തം പഠിപ്പിച്ചപ്പോ വിരല് പിടിച്ച് ബാപ്പ നടത്തിയ ആ കൈവെള്ളയിൽ അവസാനമായിട്ടാണ് എൻ്റെ കൈ നിൽക്കുന്നതെന്നും ഇനി അതവിടെ ചേർത്ത് വെക്കാൻ എനിക്ക് പറ്റൂലെന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചേരം കൂടി അവിടെ വെക്കായിരുന്നു അല്ലേ? നമ്മൾ അറിഞ്ഞില്ലല്ലോ. പലപ്പോഴും അങ്ങനെയാണ്. അവസാനമായിട്ട് നമ്മൾ ചിലരോട് പിരിയുമ്പോൾ പിന്നീട് ഒരിക്കൽ അവരെ കണ്ടുമുട്ടാനോ പിന്നീട് അവരുമായിട്ട് ചേരാനോ ഒരിക്കലും നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, മതപരമായ വിഷയം എന്താ വെച്ചാൽ, ഏതൊരു മനുഷ്യനുമായിട്ടും നമ്മൾ പിരിയുമ്പോൾ അത് അവസാനത്തെ പിരിച്ചിലായിരിക്കുന്ന ഒരു ബോധ്യം ഉണ്ടാവും. വീട്ടിൽ നിന്നൊക്കെ കുട്ടികളെയും പെണ്ണുങ്ങളൊക്കെ പേരും ചീത്തറിഞ്ഞാണ്ട് നമ്മൾ സുജായിയായിട്ട് ഇറങ്ങുമ്പോൾ ഒന്ന് ഓർത്തോണ്ടി, തിരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ അവസാനമായിട്ട് കാണുന്ന ആ മുഖം അങ്ങനെ കാണാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ തിരിച്ചൊരു പക്ഷേ ഈ രൂപത്തിലാവൂല ചെല്ല. ആംബുലൻസിന്റെ വലിയ ഹോണിൽ നിന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ശരീരമായിരിക്കും നമ്മുടെ മക്കളും കുടുംബവും കാണുക. സങ്കടക്കാരൻ അവസാനം പോയത് എങ്ങനെ, അവസാനം കണ്ടത് എങ്ങനെ, അവസാനം പറഞ്ഞത് എങ്ങനെ, അതൊരു പ്രധാന. അപ്പൊ ഏതൊരു വ്യക്തിയോടും നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് യാത്ര ചോദിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ റസൂലുള്ളാഹി പറഞ്ഞതാ, ഒരു മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ സദഖ. കോടികൾ കൊടുക്കല്ല, സന്തോഷം കൊടുക്കുക. ഒരു വലിയ ഭക്ഷണം കഴിച്ച്, ഒരു ഹോട്ടലിൽ നിന്ന് ഒരു വലിയ ഭക്ഷണം കഴിച്ച്, കല്യാണത്തിൽ നിന്ന് വലിയ ഭക്ഷണം കഴിച്ച് നമ്മൾ ഇറങ്ങിപ്പോരുമ്പോൾ ആരവിടുത്തെ കുക്ക് ഇന്നാളാ, ചിലപ്പോൾ കരി പുകയായിട്ട് ആ ബയർപ്പിൻ്റെ അപ്പുറം അയാൾ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടാവും. ഇതാ സാറേക്കുണ്ടോ എന്ന് പറഞ്ഞു നോക്കണ്ടി. ചിലപ്പോൾ ഇനി ഒരു പക്ഷേ നമ്മൾ ആ വഴിക്ക് പോവാനല്ല, അയാളെ നമ്മൾ കാണുന്നല്ല, പക്ഷേ അപ്പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അത് അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം. ഞാൻ ചിലപ്പോൾ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു മൂലക്കുണ്ടാകും, ഒരു മൈക്കിൻ്റെ ഉടമസ്ഥൻ ഇങ്ങനെ
കൈ കൊടുത്തിട്ട് സൗണ്ട് സിസ്റ്റം ഉഷാറാട്ടോ എന്ന് പറയുമ്പോൾ അയാൾ കണ്ണ് നിറഞ്ഞു പോകും ചില ആൾക്കാർക്ക്, അല്ലേ? ഒരു സന്തോഷം. വലിയ കാറൊക്കെ എടുത്തിട്ട് നമ്മൾ വലിയ തിരക്കുന്നൊക്കെ റോട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മളെ റോട്ടിൽ ഇറക്കാൻ വേണ്ടി പൊരി വെയിലത്ത് കഷ്ടപ്പെട്ട് 60-70 വയസ്സുള്ള പ്രായമുള്ള യൂണിഫോം ഇട്ട സെക്യൂരിറ്റിക്കാർ നമ്മളെ ഒന്ന് റോട്ടിൽ ഇറക്കാൻ വേണ്ടി പോരുമ്പോൾ അത് അയാളെ പണിയല്ല, അയാൾക്ക് കൂലിയില്ലേ? ഉണ്ട്. ഒരു 10 റുപ്യ കൊടുത്തുകാണ്ട് എന്നാ പോട്ടോ. ഓ, എന്തൊരു സന്തോഷം. ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് വലിയ ബില്ല് കൊടുത്ത് ഇറങ്ങുമ്പോൾ ആ ബുക്കിൻ്റെ ഉള്ളിൽ ഒരു 10 റുപ്യ നമ്മൾ പോണവും കാത്ത് അപ്പുറത്ത് ഇങ്ങനെ മേശ കൊത്താൻ കാത്തിരിക്കുന്ന ഒരുത്തുണ്ടാവും. ഓൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ആശ്വാസത്തിലാണ്. അതെ, അതാണ് റസൂൽ നേരത്തെ പറഞ്ഞത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യന്മാരെയാണ്. നമ്മളൊരിക്കലും നമ്മളെ കാണുമ്പോൾ ആൾക്കാർ പേടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മളാണ് പോയത് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ ഇല്ലാതായത് കേൾക്കുമ്പോൾ കണ്ണ് നിറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് സഹാബിമാർ പറഞ്ഞില്ലേ, മദീന അന്നത്തെ ദിവസം കരഞ്ഞതുപോലെ വേറെ ഒരു ദിവസം മദീന കരഞ്ഞിട്ടില്ല. അന്നത്തെ ദിവസം മദീന കറുത്തതുപോലെ വേറെ ഒരു ദിവസം മദീന കറുത്തിട്ടില്ല, അല്ലേ? അതാണ്. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ ആവണം. ആളുകളുടെ മനസ്സിൽ നമ്മുടെ ഒരു ആശ്വാസമാവണം, നമ്മുടെ ഒരു സമാധാനമാവണം. നമ്മുടെ വീട്ടിൽ കുട്ടികൾ, ഭാര്യ, മാതാപിതാക്കൾ ഇറങ്ങിപ്പോരുമ്പോൾ എപ്പോഴും ഓർക്കുക, തിരിച്ചു വന്നോളണമെന്നില്ലല്ലോ. പലപ്പോഴും സങ്കടമല്ലേ നമുക്ക്? അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പോന്ന്, പിന്നെ തിരുത്തണം എന്ന് വിചാരിച്ചിനി, പക്ഷെ പിന്നെ സമയം കിട്ടിയില്ലല്ലോ. അപ്പറഞ്ഞ വാക്ക് ഒരുപക്ഷെ ഇഷ്ടമില്ലാത്ത, അനിഷ്ടകരമായ, വേദനിപ്പിക്കുന്ന ഒരു വാക്കാവാം. ഇനി നമ്മൾ അവരെ എവിടുന്ന കാണുകങ്ങൾ? പരലോകത്തുനിന്ന്. നമ്മൾ പറഞ്ഞ വാക്കിന്റെ വിധി പടച്ച റബ്ബ് പറയുന്ന ആ കോടതിയിലാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ സാക്ഷികളായിട്ട് ഓരൊക്കെ വരും. അപ്പോൾ ഈ ലാസ്റ്റ് മീറ്റിംഗ് തിയറി അതൊരു മതപരമായ സിദ്ധാന്തമൊന്നുമല്ല, ഒരു ശാസ്ത്രീയ സിദ്ധാന്തമല്ല, പക്ഷെ ഒരു മാനവികമായ ഒരു തിയറിയാണ്. നമ്മളെപ്പോഴും പിരിയും അസ്സലാമു. അതൊരു എന്നാ ഞാൻ പോകട്ടോ, ആ പോവട്ടെ. നാളെ കാണാന്ന് പറഞ്ഞ് പിരിഞ്ഞവർ പോലും പിറ്റേന്ന് കാണാതായിട്ടില്ലേ? അല്ലേ? ഞാൻ ഇപ്പോഴല്ലേ ഓരോട്ട് സംസാരിച്ച് പിരിഞ്ഞ്, നമ്മൾ സംസാരിച്ച് വീട്ടിലെത്തി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് വെച്ചപ്പോൾ ഒരു മിസ് കോള് തിരിച്ചു വിളിച്ചപ്പോൾ കേട്ട വാർത്ത നമ്മൾ അത്ഭുതപ്പെടൂലേ? അത് നമ്മൾക്ക് തിരിച്ചു ആവാലോ. നമ്മളെപ്പറ്റി മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞൂടെ? അതുകൊണ്ട് എപ്പോഴും ബന്ധങ്ങൾ നന്നാക്കി വെക്കുക, മറ്റുള്ളവർക്ക് സന്തോഷവും ആശ്വാസവും സമാധാനവും നൽകുക. എന്താണോ നമ്മളെ കൊണ്ടാവുക അത് കൊടുക്കുക, അത് ഏറ്റവും നല്ല രൂപത്തിൽ കൊടുക്കുക. ഖലീഫ ഉമർ എപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നന്മയിൽ പിന്തുടരുന്ന ആളാണ്. മാത്രമല്ല അബൂബക്കറിനേക്കാൾ കൂടുതൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അബൂബക്കർ ഖലീഫയായിരിക്കുന്ന കാലത്തെ സുബൈസ്കാരം കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ നേരെ വീട്ടിൽ പോകും, പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഉമർ ഇങ്ങനെ ഖലീഫ ഉമറിനെ നിരീക്ഷിക്കും. ആ നിരീക്ഷണത്തിൽ അദ്ദേഹം ആ വീട്ടിലെത്തി. അവിടെ ഒരു വൃദ്ധയായ, രോഗിയായ, ഏറെ തളർന്നു പോയ ഒരാളുണ്ട്. ഒന്നിനും കഴിയില്ല. അവർക്കുള്ള ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക ഖലീഫ. അവരെ വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുക്കുക ഖലീഫ. അവരെ ശുദ്ധിയാക്കി അവിടെ കിടത്തുകയാണ് ഖലീഫ. ഉമർ ഇത് കണ്ടു, അദ്ദേഹം മടങ്ങിപ്പോന്നു. ഖലീഫ ഉമർ മരിച്ചപ്പോൾ ഇതേ ഡ്യൂട്ടി ഉമർ ഏറ്റെടുക്കുകയാണ്. ആ വീട്ടിൽ ചെന്ന് ആ വൃദ്ധന് ഭക്ഷണം കൊടുത്തു. അപ്പോൾ ആ വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞത്രേ, അയാൾ കണ്ണുകാണാത്ത ആളാ. അയാൾ പറഞ്ഞ്, ആള് മാറിയിട്ടുണ്ടല്ലോ, ഇന്നലെ വരെ വന്ന ആളല്ലല്ലോ ഇന്ന് വന്നത്. അപ്പോൾ ഉമർ അത്ഭുതത്തോടെ ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, എന്നാ ഇന്നലെ വന്ന ആള് കാരക്ക തരുമ്പോൾ അതിൻ്റെ കുരു എടുത്ത് ഒഴിവാക്കിയിട്ട് ആ തിന്നാൻ പാകത്തിലാണ് എനിക്ക് തരാറ്. ഇന്നിപ്പോൾ കാരക്ക കിട്ടിയപ്പോൾ കുരു അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ശ്രദ്ധയോടെ നമ്മൾ പലപ്പോഴും സഹായങ്ങൾ ചെയ്യുമ്പോൾ, എന്നാ ഇടയ്ക്കോ, ഇനി മേലാ വരരുതിട്ടോ, കാണാൻ പാടില്ലട്ടോ, ഇതന്നെ ഏർപ്പാടാക്കരുതിട്ടോ. എന്താല്ലേ കിട്ടിയവന് ദഹിച്ചു പോകുന്ന അഭിമാനവും മാനമൊക്കെ ഉള്ളവര് പിന്നെ ചോദിക്കാൻ പറ്റാത്ത വിധം നമ്മൾ ആ വാതിൽ അടച്ചിടും. നമുക്കും ആവശ്യം തന്നെ. നമ്മളെന്താ പറയാ, അതെ നമ്മൾ നല്ല നിൽക്കുന്നാലേ നമ്മളെ തലയിൽ കയറുന്നവരാ, അല്ലേ? നമുക്ക് നമ്മളെ വിശ്വാസമല്ലേ പ്രധാനം, പരലോകമല്ലേ പ്രധാനം, അള്ളാന്റെ അടുത്ത കൂലിക്ക് വേണ്ടിയല്ലേ. അതുകൊണ്ട് മാനവികതയുടെ ആൾ രൂപങ്ങളായി നമ്മൾ മാറണം. നമ്മുടെ മതം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് ലോകത്തെ ബോധ്യപ്പെടുത്തണം. നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ കർമ്മങ്ങളുടെ തണലിൽ നമുക്ക് റബ്ബിൻ്റെ മുമ്പിൽ സുഖകരമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു കൽപ്പിച്ചതുപോലെ നന്ദി കാണിക്കുവാനുള്ള ഈമാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളാവാൻ
അള്ളാഹു നമുക്കെല്ലാവർക്കും കഴിവും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുടെ കഷ്ടപ്പാടുമൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. ആവുന്ന പോലെ അവർക്കൊക്കെ സഹായങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഹൃദയവിശാലതയും സന്മനസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. اللهم تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين.